കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി 12 ലക്ഷം രൂപയാക്കി കൂട്ടിയതിന് പിന്നാലെ മറ്റൊരാശ്വാസവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക്. 5 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഈ നയമാറ്റം. 25 ബേസ് പോയിന്റ് കുറച്ച് റിപ്പോ നിരക്ക് 6.25%. വായ്പകളുടെ ചിലവ് കുറച്ച് വളർച്ചയ്ക്ക് കരുത്തേകുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നിരക്കിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. 2020 മെയ്യിൽ, അതായത് കോവിഡ് കാലത്താണ് RBI അവസാനമായി നിരക്ക് കുറച്ചത്. അതിനുശേഷം ഘട്ടം ഘട്ടമായി റിപ്പോ 6.50% ഉയർത്തുകയായിരുന്നു. 2020 40 ബേസ് പോയിന്റ് കുറച്ച് 4% റിപ്പോ നിരക്ക് കുറച്ചതിന് ശേഷം ഘട്ടങ്ങളായി പലിശ കൂട്ടുകയാണ് ചെയ്തിരുന്നത്. ശക്തികാന്ത ദാസ് വിരമിക്കുകയും RBI മേധാവിയായി സഞ്ജയ് മൽഹോത്ര ചുമതലയേൽക്കുകയും ചെയ്ത ശേഷം നടന്ന ആദ്യ അവലോകന യോഗത്തിലാണ് നിർണായക തീരുമാനം. റിസർവ് ബാങ്കിന്റെ ധനനയ അവലോകനത്തിന് ശേഷമാണ് പുതിയ പലിശ നിരക്ക് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. നിലവിലെ സാമ്പത്തിക കെട്ടുറപ്പ് പരിശോധിച്ചാണ് നിരക്കിൽ സാധാരണ മാറ്റം വരുത്തുക. റിപ്പോ നിരക്ക് 25 ബേസ് പോയിന്റ് കുറച്ചതോടെ നിലവിൽ പണലഭ്യത കൂടും. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ RBI ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. വിപണിയെ സജീവമാക്കാൻ സഹായിക്കുന്നതാണ് RBIയുടെ പുതിയ തീരുമാനം. ഈ മാസം 1-ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും വിപണിയെ ചലിപ്പിക്കാൻ പര്യാപ്തമായ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ആദായ നികുതി നിരക്ക് 12 ലക്ഷമായി ഉയർത്തിയത് ഇതിൽ പ്രധാനമായിരുന്നു. അടുത്ത കാലത്ത് ക്യാഷ് റിസർവ് റേഷ്യോ 50 ബേസ് പോയിന്റ് കുറച്ചിരുന്നു. ബാങ്കിംഗ് മേഖലയ്ക്ക് കൂടുതൽ പണം ലഭിക്കുന്നതിനായിരുന്നു ഈ തീരുമാനം. ഇപ്പോൾ റിപ്പോ നിരക്ക് കൂടി കുറച്ചതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കാം. പണപ്പെരുപ്പ നിരക്ക് ഭീഷണിയില്ലാത്ത തോതിൽ നിലനിൽക്കുന്നതും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ കാരണമായി. വരുന്ന അവലോകനത്തിലും റിപ്പോ നിരക്ക് കുറയ്ക്കാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഭവന വായ്പ, വാഹന വായ്പ എന്നിവ എടുത്തവർക്ക് പലിശ നിരക്ക് കുറച്ചത് ആശ്വാസകരമാണ്. ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക വായ്പകളുടെ എല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ 0.25% കുറവ് വരും. വാഹന വിപണി കൂടുതൽ സജീവമാകാനും ഇതിന് കാരണമാകും. റിയൽ എസ്റ്റേറ്റ് രംഗവും കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ചാ നിരക്ക് 6.7% RBI കാണുന്നത്. ഭക്ഷ്യ പണപ്പെരുപ്പം വൈകാതെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തെ പണപ്പെരുപ്പ നിരക്ക് 4.8%, അടുത്ത സാമ്പത്തിക വർഷത്തേത് 4.2% പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായിരുന്ന സഞ്ജയ് മൽഹോത്ര RBIയുടെ ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പണനയ യോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായത്. 6 അംഗ പണസമിതി യോഗത്തിൽ ഗവർണറടക്കം 5 പേരും പുതിയ അംഗങ്ങളാണ്.